Meet the editors. ഈ ഡീൽ കത്തുമോ എന്നാണ് ചോദ്യം. ഒരിക്കൽ കൂടി ഈ ഡീൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ്. ഇതിൽ കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന് CPM ആരോപിക്കുമ്പോൾ, മറിച്ച് പാലക്കാടിനെ മുൻനിർത്തി ഇപ്പോൾ കാസർഗോഡ്, അതേപോലെ മഞ്ചേശ്വരം, ഈ മണ്ഡലങ്ങളെയൊക്കെ മുൻനിർത്തി, നേമത്തടക്കം മണ്ഡലങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ CPM BJP ഡീലാണ് കേരളത്തിലുള്ളത്, പ്രത്യേകിച്ച് പാലക്കാടുള്ളത് എന്നാണ് പറയുന്നത്. ഡീൽ വിവാദം കത്തുമോ? ഡീൽ വിവാദം കത്തുന്നു, അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ആരോപണം. അത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറയുന്ന ചില കാര്യങ്ങൾ അത് പാലക്കാടുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. പാലക്കാട് ഡീലുണ്ട് എന്ന് പറയുന്നു. പാലക്കാട് നമുക്ക് മത്സര ചിത്രം നോക്കുമ്പോൾ അവിടെ രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥിയാകുന്നു, ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി, NMR റസാഖാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് അവിടെ LDFന് വിജയ സാധ്യതയുണ്ട് എന്നാണ് CPM വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് വിജയ സാധ്യതയില്ല, അതുകൊണ്ട് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല, അതാണ് വാചകം. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളതാണ്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ NMR റസാഖ് അവിടുത്തെ ഒരു വ്യാപാരിയാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടും. അങ്ങനെ ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാടിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് BJP എല്ലാ സമയത്തും രണ്ടാം സ്ഥാനത്ത് 2011 മുതൽ ഷാഫി പറമ്പിൽ 3 തവണ വിജയിക്കുന്നു. ആ 3 തവണ വിജയിക്കുമ്പോഴും അവിടെ ശക്തമായ മത്സരം BJP കാഴ്ചവെക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ 2016 40,000-ൽ പരം വോട്ട്, അല്ലേ, 40,000-ൽ പരം വോട്ട് അവിടെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം നമുക്കറിയാം ഷാഫി പറമ്പിൽ അല്പം വിയർത്തുപോയ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ മെട്രോമാൻ ശ്രീധരനുമായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ശ്രീധരനുള്ള ജനകീയത അല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന ആ പിന്തുണ അത് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ട 2024 ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർക്കൊന്നും കിട്ടാത്ത, ഇതുവരെ ഇല്ലാത്ത വലിയ ഭൂരിപക്ഷം, 10,840 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയാണ്. അതാണ് അവിടുത്തെ UDFന്റെ സ്ഥിതി. അപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ CPM ജയിപ്പിക്കുമോ? അങ്ങനെ ജയിപ്പിച്ചാൽ പകരം എന്താണ് കിട്ടുക എന്ന ചോദ്യമുണ്ടല്ലോ. പകരം എന്താണ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ BJP തെരഞ്ഞെടുപ്പിൽ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി നോക്കണം. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ, ഈ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നമുക്കറിയാം. തലസ്ഥാനത്തെ ഏതൊക്കെയാണ്? നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഒരു തരത്തിലും ഡീൽ ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ തന്നെയും CPMന് നല്ല ശക്തമായ സ്ഥാനാർത്ഥികളുണ്ട്. അവിടെയൊന്നും ഡീൽ ആലോചിക്കുന്നില്ല. പക്ഷേ പലയിടത്തും നോക്കൂ, ഡീലിന്റെ സ്വഭാവം എന്താണ്? മുമ്പാണെങ്കിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക, ഒരു 1000-2000 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മറിക്കുക എന്നൊരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്തുക, പ്രചാരണം ഒന്ന് ചുരുക്കുക, അതല്ല എങ്കിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുക, ഇതാണ് സംഭവിക്കുന്നത്. നോക്കൂ, അത് BJPക്ക് അകത്ത് പോലും അത് എതിർപ്പുണ്ടാകുകയും പല സ്ഥലങ്ങളിലും ആ തീരുമാനം മാറ്റേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് അത് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കാം. നമുക്കത് പരിശോധിച്ച് നോക്കുമ്പോൾ പാലക്കാട് ഈ ആരോപണം ഉന്നയിച്ച് 10 ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ 10 ഡീലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് നോക്കൂ, പെരുമ്പാവൂർ അടക്കം UDF ജയിക്കാനിടയുള്ള സ്ഥലങ്ങൾ 2020 കൊടുക്കുന്നു. 2020 നമുക്കറിയാം എറണാകുളത്തെ ചില മേഖലകൾ, ചില മണ്ഡലങ്ങൾ മാത്രമാണ് 2020 സ്വാധീനമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 2020 19 സീറ്റ് നൽകിയിരിക്കുന്നു. BDJSന് കഴിഞ്ഞ തവണ കൊടുത്തിരുന്നത് 21, ഇത്തവണ അത് 23 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 23-21 അപ്പോൾ ഇത്തവണ 115 സീറ്റിലാണ് BJP മത്സരിക്കാനിരുന്നത്. പക്ഷേ 2 പത്രിക തള്ളിപ്പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ 19 സീറ്റ് 2020 നൽകുന്നതിലെ രാഷ്ട്രീയം എന്താണ്? അതായത് കിഴക്കമ്പലം പോലെ എറണാകുളത്തെ ചില മേഖലകളിൽ മാത്രം, ചില മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള 2020 ഏതൊക്കെ സീറ്റുകൾ നൽകി എന്നുള്ളത് അത്ഭുതകരമാണ്. പെരുമ്പാവൂർ അടക്കം UDF ജയിക്കാനിടയുള്ള സ്ഥലങ്ങൾ 2020 കൊടുക്കുന്നു. അവിടെ BJP വോട്ട് മറിക്കാനാണ് എന്ന് സംശയിക്കാവുന്നതാണ്. അപ്പോൾ BDJS മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പ്രതിഫലിക്കാറുള്ളതെന്ന് ശ്രദ്ധിക്കണം. BDJSനെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവിടുത്തെ BJP വോട്ടുകൾ സാധാരണഗതിയിൽ പൂർണ്ണമായിട്ട് BDJSന് പോകാറില്ല. ആ വോട്ടുകൾ മറിക്കുന്നു എന്നുള്ളതാണ് BDJSുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണം. ശബരിമല പ്രക്ഷോഭം നയിക്കുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം. ശബരിമല ഉൾക്കൊള്ളുന്ന റാന്നി മണ്ഡലം ഇത്തവണ BDJSനാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാരണം. ആറന്മുളയുമായി ബന്ധപ്പെട്ട് നേരത്തെ BDJSന് കൊടുത്തു. ആറന്മുളയിൽ അങ്ങനെ BDJSന് കൊടുത്തതിൽ വലിയ പരാതി ഉയർന്നു. അപ്പോഴെന്ത് ചെയ്തു? അത് കുമ്മനത്തിന് കൊടുത്തു. ആറന്മുള മാറി. തൃപ്പൂണിത്തുറ നോക്കൂ, തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കുകയാണ്.
തൃപ്പൂണിത്തറയിൽ BJP നല്ല മുന്നേറ്റം കാഴ്ചവെച്ചു. നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, തൃപ്പൂണിത്തറ നോക്കൂ, BJP ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ ആർക്കാ കൊടുത്തിരിക്കുന്നത്? 2020-ക്ക്. VDJs ആകട്ടെ ഒരുപാട് സിനിമാ സീരിയൽ നടിമാരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവന്നു. അതിലൊരു നടിയാണ് അഞ്ജലി മേനോനാണ് തൃപ്പൂണിത്തറയിൽ മത്സരിക്കാൻ പോകുന്നത്. ഇരിക്കൂറിൽ നോക്കൂ, ഇരിക്കൂറിലേക്ക് 2020 കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരിക്കൂറിൽ 2020 എന്താണ്? 2020 അവിടെ ഉണ്ടോ? ഇരിക്കൂറിൽ 2020 കൊടുത്തത് അവിടുത്തെ BJP നേതൃത്വം പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കൊടുക്കുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ നോക്കൂ, കൊടുങ്ങല്ലൂർ BDJസിൽ നിന്ന് കഴിഞ്ഞ തവണ BJP വാങ്ങുകയാണ് ചെയ്തത്. BDJs ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത്. ആ കൊടുങ്ങല്ലൂർ ഇത്തവണ തിരിച്ചു കൊടുത്തു. നഗരസഭാ ഭരണം ഉണ്ടായിരുന്ന സ്ഥലം കൂടി എന്ന് നോക്കണം. ഇത്തവണ ഇല്ല എങ്കിൽ കൂടി കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നമുക്കറിയാവുന്നതാണ്, ഗോപാലകൃഷ്ണൻ ഒരു പ്രചാരണത്തിനുള്ള ശ്രമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഗുരുവായൂരിലേക്ക് മാറ്റി. അവിടെ ഒരു ഈഴവ മണ്ഡലം കൂടിയാണ്, ഈഴവ വോട്ടുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ആളെ മാറ്റിയിരിക്കുന്നു. അപ്പം മറിയ ഉമ്മൻചാണ്ടിയുടെ മകളുടെ മുൻ ഭർത്താവ്, പേരെനിക്കറിയില്ല, അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ പെരുമ്പാവൂർ, പിന്നെ കാസർഗോഡ് നോക്കൂ, കാസർഗോഡ് ഷാനവാസ് പാത്തൂറിനെ എത്തിരിക്കുകയാണ്. നേരത്തെ മഞ്ചേശ്വരത്തും CPM BJP ഡീൽ പറഞ്ഞിരുന്നു, അവിടെ ഷാനവാസ് പാത്തൂർ മത്സരിക്കുമെന്നാണ് കേട്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ കാസർഗോഡേക്ക് മാറ്റുന്നു. അവിടെയും അതേ ആരോപണം ഉയരുന്നു എന്നുള്ളതാണ്. അവിടെയും സമാനമായി BJP രണ്ടാമതുള്ള സ്ഥലമാണ് കാസർഗോഡ്. അപ്പോൾ അവിടെയും അങ്ങനെ ഒരു ഡീൽ നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തദ്ദേശ ജയസാധ്യതയുള്ള ഇടത്ത് മാത്രം BJP, അതായത് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കൂ, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ജയിക്കാനുള്ള സ്ഥലങ്ങളിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കണ്ടതാണ്. തൃശ്ശൂരിൽ അവിടെ ഈ പറയുന്ന വോട്ട് പൂരം കലക്കൽ എന്നുള്ള ആരോപണം ഉന്നയിച്ചത് എവിടെ നിന്നാണ്? CPIയിൽ നിന്നാണല്ലോ ആരോപണം വരുന്നത്. ആ പൂരം കലക്കൽ എങ്ങനെയാണ്? ഒരു ആംബുലൻസ് പെട്ടെന്ന് വരുന്നു, ആ പൂരം കലക്കൽ ആരോപണം ഉന്നയിച്ചത് CPI ആണ്. അവിടെ എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ആദ്യമായി BJP അവിടെ അക്കൗണ്ട് തുറന്നു, MP ആയി, മന്ത്രിയായി എന്നുള്ളതാണ്. അപ്പോൾ അത് CPI ഉന്നയിച്ച ഒരു ആരോപണമാണ് എന്ന് ആലോചിക്കണം. അതിൻ്റെ ഒരു അടുത്ത മിനിയേച്ചർ മാതൃകയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചെങ്ങന്നൂർ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് BJP ഇട്ടിരിക്കുന്നത്. അപ്പോൾ CPM നല്ല സാധ്യതയുള്ള ഇടങ്ങളിൽ BJP ദുർബലന്മാരെ നിർത്തുന്നു. അതേസമയം BJPയും CPM തമ്മിൽ നല്ല മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അത്തരം ഡീലുകൾ പോകുന്നില്ല, മറ്റിടങ്ങളിലേക്കാണ് പറയുന്നത്. CPMന്റെ തന്നെ കണക്കിൽ 36 മണ്ഡലങ്ങളിൽ 10,000 താഴെ ഭൂരിപക്ഷം മാത്രമുള്ള മണ്ഡലങ്ങൾ, എങ്ങോട്ടും ചാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒരു കണക്കുണ്ടല്ലോ, 10,000 താഴെ, 2,000 താഴെ, അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ 10,000 താഴെ സാധ്യതയുള്ള ആ മണ്ഡലങ്ങളിൽ എന്തും സംഭവിക്കണം. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഈ ഡീൽ നടക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ആരോപണം അവിടെ ഉയരുന്നുണ്ട്. അത് ഇനി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നു, അതിലൊക്കെ നടക്കുന്നുണ്ട്. അത് നല്ലോണം നടക്കുന്നുണ്ട്. CPM നിന്ന് പോയിട്ടുണ്ട്, BJPയിൽ കോൺഗ്രസിൽ നിന്ന് നന്നായി പോയിട്ടുണ്ട്, അതിൽ ചിലരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് ഡീലിനെ കുറിച്ചാണ്. അത് ഈ രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലാകെ കത്തുന്ന ഒരു വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഡീൽ കത്തുമോ എന്നാണ് ചോദ്യം. പിയാസുനിൽ പാലക്കാട് ഡീൽ കത്തുമോ? NMR റസാഖിന്, NMRന്റെ ബിരിയാണി നല്ല രുചിയുള്ള ബിരിയാണിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഫലം അത്ര രുചിയുള്ളതായിരിക്കുമോ റസാഖിന്? പാലക്കാട്ടെ CPM വലിയ പ്രതീക്ഷയിലാണ് NMR റസാഖിനെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ബിരിയാണി ഉണ്ടാക്കി ആളുകളെയൊക്കെ ആകർഷിച്ചിട്ടുള്ള റസാഖ് ഇത്തവണ വിജയിക്കുമെന്നൊക്കെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് വോട്ടുകളുടെ ഒരു കണക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല. പക്ഷേ കഠിനമായി അധ്വാനിക്കേണ്ടി വരും CPMന് പാലക്കാട് മുന്നോട്ട് വരാനെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാനിന്ന് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചിറയൻകീഴ്, ചടയമംഗലം, കൊട്ടാരക്കര, ആലപ്പുഴ, പറവൂർ ഈ 5 മണ്ഡലങ്ങളിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരാണ്. അതായത് കോൺഗ്രസ് വിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിൽ ചേർന്ന 5 പേരാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ KPCC എക്സിക്യൂട്ടീവ് അംഗം RS അരുൺരാജ് ഉൾപ്പെടെ BS അനൂപ്, RS അരുൺരാജ്, അങ്ങനെ 5 പേർ കയറിയിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യലാണ്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ മുഴുവൻ UDFയിലേക്ക് എത്തുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഡീൽ ആരോപണം അല്ലെങ്കിൽ ഡീൽ അജണ്ടയിലൂടെ UDFും കോൺഗ്രസും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. CJP എന്നാണ് രാഹുൽ ഗാന്ധി 2 ആഴ്ച മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചപ്പോൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കേരളത്തിൽ CPMും BJPയും ചേർന്നുള്ള CJP ആണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതെന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതിൻ്റെ ചുവട് വെച്ചാണ് ഇന്ന്
ഈ നാമനിർദ്ദേശ പത്രിക എല്ലായിടങ്ങളിലും നൽകുന്നതിനിടയിൽ ആദ്യം KC വേണുഗോപാൽ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളൊക്കെ പാലക്കാട്ട് നിന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നു. പാലക്കാട്ടിലെ NMR റസാഖ് എന്ന് പറയുന്നത് ഡീലിൻ്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ പാലക്കാട്ടെ NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് നമുക്കറിയാലോ. പാലക്കാട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ CPM-ൻ്റെ വോട്ട് പരിശോധിച്ചാൽ ഏതാണ്ട് 36,000 37,000 വോട്ടുണ്ട്. ആ വോട്ട് CPM-ൻ്റെ ഉറച്ച വോട്ടാണ്. ആ വോട്ട് ഇനിയിപ്പോൾ ആര് നിന്നാലും അവിടെ അത്രയും വോട്ട് കിട്ടും എന്നാണ് CPM-ൻ്റെ ഉറച്ച പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുക, അതാണ് CPM-ൻ്റെ ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. NMR റസാഖ് പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായിയാണ്. സ്വാഭാവികമായും വ്യാപാര രംഗത്തുള്ള വ്യാപാരിയാണ്, ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ വ്യാപാര മേഖലയിലെയും വ്യവസായ രംഗത്തെയും ഒക്കെ തന്നെ ആളുകളുടെ പിന്തുണ കിട്ടും, അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്നതാണ് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പാലക്കാട്ടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. അത് ജയിക്കുന്നതിന് പല മാർഗ്ഗങ്ങളും ഉണ്ടാകും. ഡീൽ ആരോപണമൊക്കെ ഇന്ന് തുടങ്ങിയതല്ല. 1991 കോലീബി സഖ്യം എന്നുള്ള വലിയ ആരോപണം അന്ന് ഉയർന്നു വന്നതാണ്. അന്നത് യാഥാർത്ഥ്യമാണ് എന്ന് KG മാരാർ ആരാണെന്നറിയാലോ. KG മാരാറിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. അന്ന് വടകരയിലും അതുപോലെ തന്നെ കോഴിക്കോട്ടുമൊക്കെ നിന്നിട്ടുള്ള ബേപ്പൂരൊക്കെ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്ന് കോലീബി സഖ്യം ഉണ്ടായിരുന്നുവെന്നും എങ്ങനെ അത് പ്രവർത്തിച്ചുവെന്നും കരുണാകരൻ ആ സഖ്യത്തിന് വേണ്ടി വലിയ ഗൗരവത്തോടു കൂടി ഇടപെട്ടു, വലിയ താല്പര്യത്തോടു കൂടി ഇടപെട്ടു എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അന്ന് ആ കോലീബി സഖ്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള യോഗങ്ങളെക്കുറിച്ചുമൊക്കെ KG മാരാർ വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സഖ്യ ആരോപണങ്ങളും ഡീൽ ആരോപണവും ഒക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ UDF കോൺഗ്രസ് പ്രധാനമായും കേരളത്തിൽ ശ്രമിക്കുന്നത് ഈ ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയൊരു അജണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇന്ന് നടത്തിയത്. അത് വളരെ ആസൂത്രിതമായി നടത്തിയൊരു നീക്കം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ UDF-ന് അനായാസം വിജയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പേ അല്ല. ഈ തെരഞ്ഞെടുപ്പിൽ വികസനം പറഞ്ഞുകൊണ്ടോ അതല്ല എങ്കിൽ കേരളത്തിലെ മറ്റ് അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിലോ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ പറഞ്ഞുകൊണ്ട് നേടാവുന്ന ഒരു വിജയമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് UDF-നും കോൺഗ്രസിനും വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെയൊരു അജണ്ട സെറ്റ് ചെയ്യൽ UDF-ഉം കോൺഗ്രസും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പാലക്കാട്ട് നിന്ന് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് സജീവമായി ഉയർത്താൻ തന്നെയാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് പൂർണ്ണമായി ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇതൊന്നും ആകണമെന്നില്ല. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. അത് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ വളരെ ചെറിയ തോതിൽ അവരെ സ്പർശിച്ചു പോകും എന്നതിനപ്പുറത്ത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറ്റ് കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒരു ദേശീയ തലത്തിലേക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ നൽകിയൊരു വാക്കുണ്ട്, ഏറ്റവും വിസ്മയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ ഏറ്റവും വലിയ വിസ്മയമായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത്. ഞാൻ ഈ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കോൺഗ്രസ് BJP ഡീൽ എന്ന് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ BJP ഡീലായിരുന്നു. നോക്കൂ, ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു അസമിലെ ഒരു കോൺഗ്രസ് നേതാവുമായി ഉണ്ടാക്കിയ ഒരു ഡീലിന് പിന്നാലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ BJP പിടിച്ചു. ത്രിപുര പിടിച്ചു, അസം പിടിച്ചു, ഒറീസ, അരുണാചൽ പ്രദേശ് പിടിച്ചു, മണിപ്പൂർ പിടിച്ചു. അമിത്ഷായ്ക്ക് സാധ്യമായതിനപ്പുറത്ത് അതെ. അപ്പോൾ ഈ ഡീൽ എന്ന് പറയുന്നത് പിന്നീട് മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുമായി ഉണ്ടാക്കിയ ഡീൽ, മഹാരാഷ്ട്രയിൽ അശോക് ചവാനുമായി ഉണ്ടാക്കിയ ഡീൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ഇന്നത്തെ BJP നേതാക്കളൊക്കെ കോൺഗ്രസ്സുകാരാണ്. എവിടെയെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു CPIM നേതാവിനെ നമുക്ക് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, CPM ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് പറയും, പക്ഷേ കുറച്ചൊക്കെ തന്നെയുണ്ട്. ഒഡീഷയിലാണെങ്കിൽ ഒരു CPIM MLA ഉണ്ട്. ഒഡീഷയിലാണ് കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ 3 കോൺഗ്രസ് MLA-മാരാണ് കൂറുമാറി BJP-ക്ക് വോട്ട് ചെയ്തത്. പക്ഷേ അവിടെ ഒരു CPIM MLA ഉണ്ട്. ആ CPIM MLA ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തെയും സമീപിച്ചു, അദ്ദേഹത്തിൻ്റെ വോട്ടിന് വേണ്ടി BJP സമീപിച്ചു. പക്ഷേ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലും CPM-കാർ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഡീൽ എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രാജ്യത്താകെ നമ്മൾ നോക്കിയാൽ ഓരോ സംസ്ഥാനത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഡീലിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കാണ് BJP-യിലേക്ക് ഉണ്ടായിട്ടുള്ളത്. കർണാടകത്തിലും
തെലങ്കാനയിലും അവിടെ ഹൈക്കമാൻഡിൻ്റെയോ നാഷണൽ കോൺഗ്രസിൻ്റെയോ മറ്റേ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല ആ 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിൽക്കുന്നത്. അവിടെ DK ശിവകുമാറും അതുപോലെ തന്നെ അവിടുത്തെ DK ശിവകുമാറൊക്കെ നടത്തുന്ന വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റേറ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ തെലങ്കാനയിൽ നോക്കിയാലും അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസിൻ്റെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ സംസ്ഥാനം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മുസ്ലിം വോട്ട് ഒന്നാകെ നേടുക, അത് മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഒരു ആരോപണത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. BJP കേരളത്തിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല, പക്ഷേ കഴിഞ്ഞ എത്രയോ കാലമായി നടത്തുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം കേരളം ഭരിക്കാം എന്നൊരാഗ്രഹമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇല്ല. പക്ഷേ ഒരുപക്ഷെ 2, 3, 4 സീറ്റ് BJP കേരളത്തിൽ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് പിടിക്കണം. അതിനുവേണ്ടി എന്ത് നീക്കവും നടത്തുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. പക്ഷേ നമ്മൾ നോക്കാം, എനിക്ക് തോന്നുന്ന ഒരു 4 സീറ്റൊക്കെ ആയിരിക്കും BJP പ്രതീക്ഷ വെക്കുന്നതെങ്കിൽ ആ 4 സീറ്റിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. അതിപ്പോൾ നേമം എടുക്കാം, അതുപോലെ നമുക്ക് കഴക്കൂട്ടം എടുക്കാം, അതുപോലെ വട്ടിയൂർക്കാവ് എടുക്കാം, ഇനി മഞ്ചേശ്വരം എടുക്കാം. ഈ 4 മണ്ഡലങ്ങൾ ഇപ്പോൾ പാലക്കാട് വേണമെങ്കിൽ നമുക്കെടുക്കാം. പാലക്കാട് ഒരു പ്രത്യേക സാഹചര്യമാണ്. പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നല്ലോ പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടി എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പാലക്കാട്ട് കൊണ്ടുവരുന്നത്? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ അദ്ദേഹം കോൺഗ്രസ് സിനിമാ മേഖലയിൽ നിന്നാണ് അദ്ദേഹം. അതേസമയം ഇപ്പോൾ ഈ സീറ്റ് കിട്ടാത്ത തുടർന്ന് എത്ര കോൺഗ്രസ്സുകാരാണ് ഇത്തവണ രാജിവെച്ചത്, എത്ര പേരാണ് BJP ചേർന്നത്. അതുപോലെ കോൺഗ്രസിന് വേണ്ടി നമ്മളൊക്കെ പറയാറുള്ള പോലെ വെള്ളം കോരിയ എത്രയോ ആളുകളെ. ഈ രമേശ് പിഷാരടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. രമേശ് പിഷാരടി കഴിഞ്ഞ പ്രാവശ്യം തോക്കുന്നു കണ്ടിട്ടും കോൺഗ്രസിലൂടെ നിന്ന ആളാണ്. കാരണം സാധാരണ സിനിമാക്കാർ കാണിക്കാത്തൊരു സംവിധാനം പ്രചാരണത്തിന് വന്നിരുന്നു. വളരെ എളുപ്പമാണ്. ഈ നമ്മൾ നോക്കിയാറില്ല, ഇത്തരം കോൺഗ്രസിലേക്ക് വരുന്ന ആളുകളൊക്കെ അടുത്തൊരു അവസരം കിട്ടുമ്പോൾ BJPയിൽ പോകുന്നതൊക്കെ നമ്മൾ എളുപ്പത്തിൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ കൂടെ നടന്ന് കോൺഗ്രസിന് വേണ്ടി അധ്വാനിച്ച് മുദ്രാവാക്യം വിളിച്ച് റോഡിൽ പോലീസിൻ്റെ ലാത്തിയടി കൊണ്ട് വീണ എത്രയെത്ര കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്. എത്ര പേര് ഈ കോൺഗ്രസിനൊപ്പം നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് BJPയിൽ ചേരുന്ന സാഹചര്യമുണ്ടായി. ഈ തിരുവനന്തപുരത്തെ നുഹൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ, നുസൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ആരോപിച്ചില്ലേ അവിടെ തിരുവനന്തപുരത്ത് BJP കോൺഗ്രസ് ഡീലുണ്ടെന്നല്ല ആരോപിച്ചത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഡീലിൻ്റെ പിറകെ, ഇതിൻ്റെ ഒരു ആരോപണത്തിൻ്റെ പിറകെ പോകുന്നതിന് പകരം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്താനാണ് കോൺഗ്രസ് പ്രധാനമായും ശ്രമിക്കേണ്ടത്. രാജ്യത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിയാലോ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പാചകവാതക പ്രതിസന്ധി, ഇന്ധന വിലവർധനയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, അതുപോലെ തന്നെ അടിസ്ഥാന മേഖലയിലെ വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, ഇതൊക്കെ തന്നെ ഗൗരവമായ വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം, രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കുറുക്ക് വഴിയിലൂടെ ജനങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിച്ച്, ജനങ്ങളെ വൈകാരികമായി ജനങ്ങളെ സ്വാധീനിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാനുള്ള ഈ ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിനെ ബാധിച്ച വലിയ തിരിച്ചടികൾക്ക് പ്രധാന കാരണം ഈ രാഷ്ട്രീയ നീക്കമായിരുന്നു. ഈ രാഷ്ട്രീയ നീക്കം കേരളത്തിനും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ മാർഗമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ. BJP CPM ഡീലാണ് കേരളത്തിൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കത്തുമോ എന്നുള്ളതാണ് ചോദ്യം. മധു, ഡീൽ കത്തുമോ എന്നുള്ളതല്ല, ആരോപണം എന്തായാലും വലിയ തോതിൽ ഇന്നു കത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഡീൽ ഉണ്ടായിട്ടില്ല എന്നൊരു അഭിപ്രായം ഈ പാനലിലുള്ള ആർക്കുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സുനിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ കോലീബി സഖ്യം എന്ന് കേട്ട് ഒരു 10-25 വർഷത്തിനിടയിൽ കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ട് വളരാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ആരുമില്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? KG വരാർ പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം അല്ലേ, അതിൽ പറയുന്നുണ്ട് കൃത്യമായി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ കൂടിയിരുന്ന് ചർച്ചകൾ നടന്നത്. ലീഗ് ഒരിക്കലും BJPയുമായി അങ്ങനെ ഒരു ചർച്ച നടക്കുമോ എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായി. അതിന് കെ കരുണാകരൻ നോക്കൂ, കെ കരുണാകരൻ അങ്ങനെ ഒരു സഖ്യത്തിൽ വളരെ നിർണായകമായ ചുവടുവെപ്പെടുത്തു. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് കോലീബിയുടെ അന്ത്യം എന്ന് പറയുന്നത്? BJP സത്യസന്ധത കാണിച്ചു, കോൺഗ്രസ് ലീഗ് വലിച്ചു. ഓക്കെ, പക്ഷെ ആർക്കാണ് വിജയം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സഖ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി തീരുമാനിക്കുന്നത് ആരാണ്? നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അണ്ടിപ്പരിപ്പ് കുറച്ച് ചർച്ച നടത്തിയാലൊന്നും ജനം വോട്ട് ചെയ്യില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം അത്രത്തോളം കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കല്ല ജനം വോട്ട് ചെയ്യുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പാലക്കാട്ട് ഡീലോ എന്നുള്ളതാണ്.
പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും അതിനിർണായകമായ മണ്ഡലമാണ്. തീപ്പൊരി പാറുന്ന മത്സരമാണ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണയും ഈ 2021 ശേഷം 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. അവിടെ ആരാണ് പണിയെടുക്കാതിരുന്നത്? പിന്നെ BJPയുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പണി ഉണ്ടായത് എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ തവണ. കാരണം കൃഷ്ണകുമാറായിരുന്നല്ലോ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും അങ്ങനെ. അത് ഇത്തവണയും അവിടെ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ്? ശോഭാ സുരേന്ദ്രനാണ് അവിടെ കാൻഡിഡേറ്റ് ആവുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സംഘടനാ സംവിധാനം, BJPയുടെ അവിടുത്തെ സംഘടനാ സംവിധാനം ശോഭാ സുരേന്ദ്രനെ ഇക്കാലം അത്രയും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ BJPക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടം തന്നെയാണ്. ഇവിടെ ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കഴിഞ്ഞ തവണ സരിൻ രാഷ്ട്രീയ പാർട്ടി മാറി വരുന്നു. സരിന് വേണ്ടി അവിടുത്തെ സംഘടനാ സംവിധാനം മുഴുവനും പണിയെടുക്കുന്നു. ഏത് സരിന് വേണ്ടിയാ? ഇത്രയും കാലം നിരന്ന് നിന്ന് CPMകാർ ചീത്ത വിളിക്കുകയും സൈബർ ഇടത്ത് വലിയ പോര് നടത്തുകയും ചെയ്ത അതേ സരിനു വേണ്ടി വലിയ പ്രവർത്തനം നടത്തുകയാണ്. അത്രമേൽ ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ നേതാക്കളില്ലാഞ്ഞിട്ടാണോ? DYFയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഇല്ലേ? CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളില്ല. അവരൊക്കെ മാറി നിന്ന് സരിൻ വരുന്നു, മത്സരിക്കുന്നു. 2000 വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ C കൃഷ്ണകുമാറും P സരിനും തമ്മിലുള്ളത്. 39,000 വോട്ട് കൃഷ്ണകുമാറിനും 37,000 വോട്ട് P സരിനും. 18,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുന്നത്. 18,840 വോട്ടിനാണ് ജയിക്കുന്നത് എന്നുള്ള. അപ്പോൾ അങ്ങനെ നിന്ന ഒരു മണ്ഡലത്തിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി നിൽക്കുന്നില്ല. ഇനി പാലക്കാടിൻ്റെ ഒരു ചരിത്രം നോക്കൂ. പാലക്കാട് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണോ? അല്ല. 57 മുതൽ 67 വരെ അത് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നു. പിന്നീടുള്ള 10 വർഷക്കാലം CPMൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നീട് സുന്ദരം വന്നപ്പോൾ അത് ഈ PSP, പിന്നീട് കുറച്ചു കാലം കോൺഗ്രസ്. ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഷാഫി പറമ്പിൽ എന്നാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായോ അപ്പോൾ തൊട്ടാണ് തുടർ വിജയങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ CPMന്റെ സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ ഒരു മത്സരത്തിനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന്. ഇത് എഴുതി കൊടുത്ത മണ്ഡലമൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ എന്നിട്ട് പാർട്ടി സ്ഥാനാർത്ഥി വരുന്നില്ല. ഈ പറയുന്ന NMR റസാഖ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ അവിടെ വരികയാണ്. എന്തുകൊണ്ടാണ്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM ഈ കാലയളവിൽ നടത്തിയൊരു പോരാട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വരുന്നുണ്ട്. രാഹുൽ ഈ കേസും വിവാദത്തിനൊക്കെ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുകയാണ് CPMും രാഹുലും തമ്മിൽ. പിന്നെ വലിയ വിവാദങ്ങൾ വരുന്നു. രാഹുലിനെ കോൺഗ്രസ് കൈയൊഴിയുന്നു, മാറ്റി നിർത്തുന്നു. രാഹുലിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ഉണ്ടാകില്ല എന്ന കൃത്യമായ തീരുമാനം പ്രതിപക്ഷ നേതാവ് എടുക്കുന്നു. പക്ഷേ അപ്പോഴും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന ഒരു മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല. അതിനു പകരം NMR റസാഖ് വരികയാണ് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആരാ? ശോഭാ സുരേന്ദ്രൻ നിന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. ആ വോട്ടെല്ലാം പോയി എവിടെ നിന്നാണെന്നറിയാമോ? CPMൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ CPMന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി, പാർട്ടി സ്ഥാനാർത്ഥി പോലും നിൽക്കുന്നില്ല എന്നിടത്താണ് കോൺഗ്രസ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത്. നടപ്പിലാവുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് ആരോപണം മുന്നോട്ട് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ 2014 മത്സരിച്ചപ്പോൾ 90,000 വോട്ടാണ്. 2019 മത്സരിച്ചപ്പോൾ 2,48,000 വോട്ടാണ്. ഇരട്ടിയാണോ വർദ്ധിപ്പിച്ചത്? അല്ല. 14% വോട്ട് ശോഭാ സുരേന്ദ്രൻ കൂട്ടിയപ്പം അതിൽ 13% വോട്ട് CPMൻ്റെ. ഇനി 2019 ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ 1,87,000 വോട്ടാണ്. 2024 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ എത്ര വോട്ടെന്നറിയാമോ? 2,99,000 വോട്ടാണ്. ആരിഫിൻ്റെ വോട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ വോട്ടാണ് അവിടെയും 11% വോട്ട് വർധനയുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് CPM വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കും. അങ്ങനെ 2 ഗ്രൗണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ഇനി നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം ഞാൻ പറയുകയും ചെയ്തു. ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മെട്രോമാൻ അവിടെ നിൽക്കുന്നു. എന്തൊരു പുരിഞ്ഞ പോരാട്ടമായിരുന്നു അത്. കോവിഡിൻ്റെ കാലമൊക്കെ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഫൈനലിലേക്ക് പോകുന്ന സമയത്ത് കേരളം മുഴുവൻ ഉറ്റുനോക്കി നിന്നത് ആ മണ്ഡലത്തിലേക്കാണ്. അന്ന് 3000 വോട്ടിന് ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ കൈയടിച്ചത് ആരൊക്കെയാണ്? CPMകാർ കൈയടിച്ചില്ലേ? CPMകാർ കൈയടിച്ചു. കാരണം അന്ന് BJP അവിടെ ജയിച്ചേക്കും എന്ന് വിചാരിച്ചു. ഒരു മണ്ഡലത്തിൽ BJP ജയിക്കുന്നു എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നപ്പോഴാണ് 3000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. അന്ന് ഇത്രയും വലിയ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയൊന്നും ഷാഫിയും CPMും തമ്മിലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വടകര പോരാട്ടമൊക്കെ കഴിയുമ്പോഴാണ് ഇത് വലിയൊരു വൈരാഗ്യത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ അന്ന് BJPയെ തോൽപ്പിച്ച ഒരാൾ എന്ന ഒരു പ്രതീതി ഷാഫി പറമ്പിൽ അനുകൂലമായി ഉണ്ടാവുകയാണ്.
അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ വരുന്നു. ഷാഫിയുടെ നോമിനി എന്ന നിലയ്ക്ക് വരുന്നു. അതിനിടയ്ക്കാണ് ഈ വടകര പോരാട്ടം നടക്കുന്നത്. 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു. ആ മണ്ഡലത്തിൽ 11,000 വോട്ടാണ് BJPക്ക് മെട്രോമാനുമായുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം C. കൃഷ്ണകുമാർ നിൽക്കുമ്പോൾ കുറയുന്നത്. ആ 18,000 ആ വോട്ട് പ്ലസ് അവിടെ കൂടിയ വോട്ട്, അതാണ് 58,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സമാഹരിക്കാൻ കഴിയുന്നത്. ശരിയാണ്, ഒരു പേപ്പർ തിൻ വ്യത്യാസം മാത്രമേ C. കൃഷ്ണകുമാറും സരിനും തമ്മിലുള്ളതെങ്കിൽ കോൺഗ്രസിന് വലിയ വ്യത്യാസം അവിടെയുണ്ട്. ആ വലിയ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം, അതായത് BJPക്ക് കുറഞ്ഞ 6.7% രാഹുലിന് കൂടിയത് 6.21% വോട്ടാണ്. 1% വോട്ടോ മറ്റോ ആണ് CPMന് കുറഞ്ഞിരിക്കുന്നത്. ആ ഇടത്ത് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നിടത്താണ് ഈ ഡീൽ ആരോപണം ഉണ്ടാകുന്നത്. ഡീൽ ഉണ്ടാകുന്നെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പക്ഷെ ആരോപണം ഉണ്ടാകുന്നത്. NMRലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, നല്ല രുചിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആ ബിരിയാണിയുടെ രുചി ഇത്തവണ LDFന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ഉടമകളടക്കമുള്ളവർ NMR റസാക്കിന് വളരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഡീൽ ആരോപണം വസ്തുതാപരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് വസ്തുതാപരമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വസ്തുതാപരമല്ല? നോക്കൂ, നമ്മുടെ മുന്നിലുള്ള 2 യാഥാർത്ഥ്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴികെയുള്ള 16 സീറ്റുകളിലും BJP അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 ഇടങ്ങളിൽ LDFന് സമാനമായ രീതിയിൽ BJP ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 11 ഇടങ്ങളിൽ LDFനോടൊപ്പം BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുവരെ ലീഡിനടുത്തുവരെ എത്തിയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് 3-ാം ഊഴം BJPക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ കേരളത്തിൽ നിന്ന് 2-ൽ 3 ഒരുപക്ഷെ MP മാരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ നിന്ന് V. മുരളീധരൻ, തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി. വലിയ തരത്തിലുള്ള മോദി പ്രഭാവം ഉണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പാണ് 2024 കടന്നു പോകുന്നത്. അതായത് കേരളത്തിൽ BJP അവരുടെ വോട്ട് വിഹിതം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. 19% BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോഴോ എവിടെ പോയി ആ വോട്ട് വിഹിതം? നേരെ കുത്തനെ ഇടിഞ്ഞ് BJPയുടെ വോട്ട് വിഹിതം 13% വീണു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 2016 പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നോ BJPയുടെ വോട്ട്, അതുതന്നെയാണ് 2026 പിണറായി വിജയൻ, 2ാം പിണറായി സർക്കാർ അവരുടെ ഭരണം അവസാനിപ്പിക്കുമ്പോഴും BJPയുടെ വോട്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ ഓൺ ഗ്രൗണ്ട് BJPയുടെ വോട്ട് വിഹിതം ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് 10 വർഷത്തിനിടയിൽ കോൺഗ്രസ് ഭരിച്ചൊരു സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വളരാതിരുന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, BJP ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം കൂട്ടത്തോടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കം BJPയിലേക്ക് പോയ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ഭൂപേൻ കുമാർ ബോറ എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് BJP ക്യാമ്പിലാണ്, അല്ലേ? ആ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്, PCC അധ്യക്ഷനാണ് ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 7-ലധികം BJP മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. കേരളത്തിലേക്ക് വന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 5 സ്ഥാനാർത്ഥികളെ BJPക്ക് വേണ്ടി സംഭാവന ചെയ്ത പാർട്ടിയുടെ പേരെന്താ? കോൺഗ്രസ് എന്നാ. എന്നിട്ട് ആ പാർട്ടി പറയുകയാണ് നമുക്കിവിടെ ഡീല്. ഇന്ന് മത്സരിക്കുന്ന 5 BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നവരാണെന്നേ. വളരെ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് CPMൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇറങ്ങി BJPയുടെ സ്ഥാനാർത്ഥിയായതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയല്ല, BJPയിലേക്ക് പോയി. പുറത്താക്കിയത് ആരാണ്? CPMൽ എത്ര കാലം മുമ്പ് പുറത്താക്കി രാജേന്ദ്രനെ? അയാൾ CPMൽ അംഗമാണോ? അയാൾ CPMൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലുണ്ടോ? CC മുകുന്ദൻ CPI അല്ലേ? അയാൾ എവിടെ ആദ്യം പോയത്? CPM അല്ലല്ലോ, ഇടതുമുന്നണിയിൽ നിന്ന് പോയ 2 പേർ. CPIയിലെ CC മുകുന്ദൻ എങ്ങോട്ട് ആദ്യം പോയത്? കോൺഗ്രസിലേക്കല്ലേ? ചർച്ച നടത്തിയത് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ട് കോൺഗ്രസിൽ കിട്ടാതിരുന്നപ്പോഴല്ലേ BJPയിലേക്ക് പോയത്? അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ കോൺഗ്രസിലേക്ക്, കോൺഗ്രസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ടു BJP. പുറത്തിറങ്ങി പോകുന്നതിനെ പറ്റി അല്ലല്ലോ ഡീൽ എന്ന് പറയുന്നത്. ഡീൽ എന്ന് വെച്ചാൽ 2 പാർട്ടി ഡീല് മാത്രമല്ല, ഡീലാണ്. നോക്കൂ, ഡീലിലേക്ക് വരാം. ഡീല് രണ്ടാമത്തെ കാര്യം, നേരിട്ടിറങ്ങി മത്സരിക്കാൻ പോവാ.
കോൺഗ്രസ് കേരളത്തിൽ ഇറങ്ങിയിട്ടാണല്ലോ മത്സരിക്കാൻ പോകുന്നത്. BJP-യുടെ 5 സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്ത പാർട്ടിയുടെ പേര് അല്ല, പാർട്ടി സംഭാവന ചെയ്യുന്നല്ലോ, അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് പോയി മത്സരിക്കുന്നത് അപ്പൊ ആ സ്വന്തം താല്പര്യത്തിന് നേതാക്കളെ പോകുന്നത് അവർ ഒരു സംഭാവനയാണോ? നമ്മൾ പറയുക CPM പോകുന്ന ഒരു സംഭാവനയാണ്. അപ്പൊ കോൺഗ്രസിന് സംഭാവനയാണോ? ചോയ്സ് ആരാ? കോൺഗ്രസിന് സംഭാവനയാണോ സരി? ഈ 5 പേര് ഇറങ്ങി പോവാണ്. കോൺഗ്രസിന് സംഭാവനയാണോ സരി? കോൺഗ്രസ് അത് പറയൂ, അത് പറയൂ. നമുക്ക് അതിലേക്ക് വരാം. കോൺഗ്രസിന് സംഭാവനയാണോ സരി? ഞാൻ പറയാം എന്താണ് CPM സംഭാവനയാണോ സരി? 100% അയാളെ വളർത്തിയൊരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് അപ്പൊ അത് എടുക്കൂ, കൊടുക്കൂ. അയാൾ അവിടെ നിന്ന് BJP-യിലേക്ക് ഒരു നേതാവ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നത്? ആ നേതാവിനെ ആ പാർട്ടി വളർത്തി, ആ പാർട്ടി പിന്തുണച്ച്, ആ പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി വരുന്ന ഒരു നേതാവ് വളരെ എളുപ്പം തെരഞ്ഞെടുക്കുന്ന സ്വാഭാവിക ചോയ്സ് BJP ആവുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ ആശയത്തേക്കാൾ അപ്പുറമുള്ള താല്പര്യങ്ങളാണ് അതായിക്കോട്ടെ. അപ്പുറത്തേക്ക് പക്ഷേ എന്റെ ചോദ്യം ഇതാണ് സുധി, ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിന് സ്വാഭാവിക ചോയ്സ് ആയിട്ട് BJP വരുന്നത് എന്തുകൊണ്ടാണ് എത്ര എളുപ്പം? അല്ല, സ്വാഭാവിക ചോയ്സ് എന്ന് പറയേണ്ട അങ്ങ് പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ കാര്യം ശരിയാണ്, അതിനകത്ത് ഒരു തർക്കവുമില്ല. കാര്യം പറഞ്ഞു, അതിലൊരു തർക്കമില്ല. കാരണം CPM ഇല്ല, അപ്പൊ അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട കാര്യമില്ല. പശ്ചിമ ബംഗാളിലെ CPM വോട്ടർമാരൊക്കെ എങ്ങടാ പോയത്? വോട്ടർമാരല്ല, ലീഡർമാരല്ലേ ഞാൻ പറയുന്നത്. ലീഡർമാരുടെ കാര്യം പറയുന്നത് പറയും. പശ്ചിമ ബംഗാളിലെ ഏത് CPM-ന്റെ മുൻ മുഖ്യമന്ത്രി BJP പോയത്? പറഞ്ഞില്ലല്ലോ. അപ്പൊ തരുൺ ഗൊഗോയ്, ഹിമന്ത ബിശ്വ ശർമ്മ, എനിക്ക് തർക്കമില്ലാത്ത കാര്യത്തിൽ അങ്ങനോട് തർക്കിക്കാൻ നിൽക്കണ്ട. എനിക്ക് തർക്കമില്ലെന്നേ. ഞാൻ കേരളത്തിൽ അങ്ങ് പറഞ്ഞ ഈ സംഭാവന എന്ന് പറയുന്നത് പ്രയോഗം ശരിയല്ല എന്ന് മാത്രമേ അതാ എന്റെ പ്രയോഗം അതാണ്. കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ഒരു സ്വാഭാവിക ചോയ്സ് ആയിട്ട് BJP കണ്ട് BJP-യിലേക്ക് പോകുന്നു. ഇന്ന് BJP-ക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാതിരിക്കുന്ന സമയത്ത് 5 വരെ സംഭാവന ചെയ്തു. ഞാൻ പറയും കോൺഗ്രസ് CPM-ൽ നിന്ന് വിമതരായിട്ട് പോയിരിക്കുന്നവർ ഇന്നിപ്പോ കോൺഗ്രസിന് സംഭാവനയായിട്ട് വിസ്മയങ്ങളായിട്ട് വന്നിരിക്കുന്നത് പോലെ കോൺഗ്രസ് BJP-ക്ക് കൊടുത്ത വിസ്മയങ്ങളാണ് ഈ 5 സ്ഥാനാർത്ഥികൾ. സംഭാവന ചെയ്ത G സുധാകരനാണ് ഇപ്പോ 100%. അത് തന്നെ ഒരു നേതാവ്, ഒരു പാർട്ടി, ആ പാർട്ടിയെ കുറിച്ചുള്ള സങ്കടം എന്താ? G സുധാകരനെ കുറിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ള സങ്കടം എന്താ? ഈ നേതാവ് സംഭാവന ചെയ്തതുപോലെ തന്നെ പാർട്ടിയും നേതാവിനെ വളർത്തി. ആ നേതാവ് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു എതിർപ്പാളയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർക്ക് വികാരമുണ്ടാവും. അത് ആ പാർട്ടിയുടെ സംഭാവനയാണ് അയാൾ, ആ നേതാവ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ BJP-യുടെ സ്വാഭാവിക ചോയ്സ് ആയിട്ട് മാറുന്നു. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ ആദ്യത്തെ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് പറയുന്നു. ഞാൻ പാലക്കാട്ടെ കണക്ക് മാത്രം പറയാം. പാലക്കാട് യഥാർത്ഥത്തിൽ BJP-യും CPM-ഉം തമ്മിലൊരു ഡീലുണ്ടെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് പറയാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് മാത്രം നമുക്കിത് പരിശോധിച്ച് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒപ്പം NDA-ക്കും UDF-നും കിട്ടിയിരിക്കുന്ന വോട്ട് ഒന്ന് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 49,574 വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. ലീഡ് അവർക്കാ. LDF-ന് കിട്ടിയിരിക്കുന്നത്, തദ്ദേശത്തിൽ കിട്ടിയിരിക്കുന്നത് 2ാം സ്ഥാനത്താണെന്ന് ഓർമ്മിക്കണം. 43,385 എന്ന് പറഞ്ഞാൽ എത്ര വോട്ടിന്റെ വ്യത്യാസമുണ്ട്? CPM രണ്ടാമതാണ്. LDF എത്ര വോട്ട് വിഹിതം വ്യത്യാസം എത്രയാണെന്നറിയാമോ? 6,189. 6,189 എന്നുള്ള വോട്ട് വിഹിതം മറികടക്കാൻ പറ്റാത്തൊരു വോട്ട് വിഹിതമാണോ നിലവിലുള്ള സാഹചര്യത്തിൽ? UDF-നെ മറികടക്കാൻ LDF-ന് കഴിയുന്ന. പക്ഷേ എങ്ങനെയാ അത് വർക്കൗട്ട് ചെയ്യുക? അവിടെ പൊതുസ്വീകാര്യനായ ഒരു നേതാവ് വേണം. അവിടുത്തെ പ്രശ്നം എന്താ? പാലക്കാട്, പിരായിരി, ഈ 2 സ്ഥലങ്ങളിലാണ് UDF പരമ്പരാഗതമായിട്ട് ലീഡ് ഉയർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2 പ്രധാനപ്പെട്ട മാത്തൂരും കണ്ണാടിയും, അവിടെയാണ് LDF-ന് എന്തെങ്കിലും ഒരു അപ്പറേഞ്ച് ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താ? മാത്തൂരും കണ്ണാടിയും കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് പിരായിരിയും പാലക്കാടിനെയും മറികടക്കാൻ കഴിയില്ല. പിരായിരിയിൽ 6,000 വോട്ടിന് ഡിഫറൻസ് UDF-ന് കിട്ടും. ഇതാണ് പ്രശ്നം. പക്ഷേ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സ്ഥിതി. മൊത്തം വ്യത്യാസം 6,000 ഉള്ളൂ. അതെവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിലെ 18,000 ഡിഫറൻസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് 6,189 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മാറിയിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഈ UDF-ന് കിട്ടിയിരുന്ന വോട്ടുകളിൽ പലതും ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോയാൽ CPM-ലേക്കോ ഇടതുമുന്നണിയിലേക്കോ പോയാൽ ഈ 43,000 വോട്ട് നിലവിൽ നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഒരു 4,000 വോട്ട് UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് മാറി വോട്ട് ചെയ്താൽ അവിടെ LDF വിജയിക്കും. ഈ ആശങ്കയാണ് പ്രശ്നം. അല്ലാതെ NDA വിജയിക്കും എന്നുള്ള ആശങ്കയല്ല. NDAക്ക് എത്ര കിട്ടിയെന്ന് അറിയാമോ? NDAക്ക് 38,002 വോട്ടേ കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. 11,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് UDF-ഉം NDA-യും തമ്മിൽ. അപ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയാണ് ഒന്ന് ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. 2, തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമോ, ഈഴവ വോട്ടുകൾ ബെൽറ്റിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത ഇപ്പോഴും കൂടുതലാണ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ. അവിടെ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീലില്ല എന്നുള്ളതാണ്. ഇനി ഡീൽ ഉണ്ട് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു കൗതുകമുള്ള കാര്യമുണ്ട്. അതുകൂടി പറയാം. ഒന്ന് കാസർഗോഡും ഒന്ന് മഞ്ചേശ്വരവുമാണ്. മഞ്ചേശ്വരത്ത് ആരൊക്കെയാണ് മത്സരിക്കുന്നത്? മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് AK മഷറഫും K സുരേന്ദ്രനും ജയാനന്ദയുമാണ്. ജയാനന്ദ CPM-ൽ നിന്ന് എന്തായാലും മുസ്ലിം BJP വോട്ട് മറിച്ചു കൊടുക്കുമെന്നുള്ള ആരോപണം സ്മൃതി ഉന്നയിക്കില്ല, ആരും ഉന്നയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മഞ്ചേശ്വരത്ത് ഡീലില്ല ഒരർത്ഥത്തിൽ. പക്ഷേ മഞ്ചേശ്വരത്തൊരു ഡീല് വന്നു. എന്താ മഞ്ചേശ്വരത്തെ ഡീല്? മഞ്ചേശ്വരത്ത് SDP മത്സരിക്കാൻ പോവാ.
SDP എത്രയുണ്ട് അവിടെ വോട്ട് വിഹിതം? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചാൽ 8000 വോട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. മഞ്ചേശ്വരത്തിൽ ഇപ്പോൾ നിലവിൽ UDF ഉം BJP യും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 860 വോട്ട്. 8000 വോട്ട് എവിടെയാണ് കിടക്കുന്നത്? SDP. കഴിഞ്ഞ തവണ മഷ്റഫിന് കിട്ടിയ വോട്ടായി 8000. ഈ 8000 വോട്ട് ഇത്തവണ AK മഷ്റഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞാൽ സ്വാഭാവികമായും രണ്ടാമത്തെ ചോയ്സ് ആരാ? അവിടെ സുരേന്ദ്രനാ, K സുരേന്ദ്രൻ. അതായത് SDP അവരുടെ വോട്ട് പിടിക്കുകയും AK മഷ്റഫിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് SDP യിലേക്ക് പോവുകയും ചെയ്താൽ ഒരു 1000 വോട്ട് പോയാൽ മതി. 1000 വോട്ട് അവിടെ നിന്ന് പോയാൽ പോലും അവിടെ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ഡീൽ ആരാ? അവിടുത്തെ ഡീല് ആ അർത്ഥത്തിലാണെങ്കിൽ UDF ഉം പണ്ട് നേരത്തെ UDF-നെ ചില മണ്ഡലങ്ങളിൽ പിന്തുണ സ്വീകരിക്കുകയും ചെയ്ത SDP യും തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ NDA യും SDP യും തമ്മിലാണ് നമുക്ക് ഡീലെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു ഡീലായിട്ട് ഞാൻ അതിനെ ആരോപിക്കുന്നില്ല. പക്ഷേ അവിടെ വിജയസാധ്യത വരുന്നു SDP സ്ഥാനാർത്ഥി നിർത്തുന്നതോടുകൂടി. അതാണ് മഞ്ചേശ്വരത്തെ കഥ. അതിൽ CPM-നെ കക്ഷിയാക്കാൻ കഴിയില്ല, ഇടതുമുന്നണിയെ കക്ഷിയാക്കാൻ കഴിയില്ല. അപ്പോൾ മഞ്ചേശ്വരത്ത് ഡീലില്ല. ഇനി കാസർഗോട്ടേക്ക് വന്നാലോ? കാസർഗോട്ട് ഡീലുണ്ടോ? ആരൊക്കെ തമ്മിലാണ് കാസർഗോട്ടെ ഡീല്? കാസർഗോഡ് മത്സരിക്കുന്നത് ഇപ്പോൾ കല്ലട്ര മൈൻ ഹാജിയാണ്, പിന്നൊന്ന് BL അശ്വതി, പിന്നൊന്ന് ഷാനവാസ് പാദൂർ. ഷാനവാസ് പാദൂരിനെയാണ് CPM നിർത്തിയിരിക്കുന്നത്. എന്താ അവിടുത്തെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത്? 28000 വോട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഷാനവാസ് പാദൂരിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BL അശ്വതിക്ക് ഒരു 50000 ഉണ്ട്. കല്ലട്ര മൈൻ ഹാജിക്ക് 63000 വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഷാനവാസ് പാദൂർ പിടിക്കുന്ന വോട്ടുകൾ BL അശ്വിനെ വിജയിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത് എന്താ? 63000 വോട്ട് എവിടുന്നാണ് പോകേണ്ടത്? ഈ കല്ലട്ര മൈൻ ഹാജിയുടെ ലീഗിൻ്റെ കാൻഡിഡേറ്റിൽ നിന്നാണ് ആർക്ക് വോട്ട് പോകേണ്ടത്? CPM-ന് വോട്ട് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ വോട്ടുകൾ CPM-ന് പോകിയാൽ അവിടെ അശ്വിനി ജയിക്കും. ഇതാണ് അവസ്ഥ. ലീഗിൻ്റെ വോട്ട് CPM-ന് പോകുന്നതിനെ BJP CPM ഡീലെന്ന് പറയാൻ പറ്റൂ? നിങ്ങൾ ഡീലെന്ന് പറയണമെങ്കിൽ CPM-ന്റെ വോട്ട് നിങ്ങൾ BJP-ക്ക് കൊടുക്കണം. കോലീബി പോലെ, ബേപ്പൂരിൽ സംഭവിച്ചതുപോലെ, വടകരയിൽ സംഭവിക്കാഞ്ഞതുപോലെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ കാസർഗോഡ് ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ എങ്ങനെ ഡീലെന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ ഡീലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു സ്ട്രാറ്റജിയാണ്. പാലക്കാട് ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് BJP-ക്കെതിരായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിക്കും. ആ ഏകീകരണം രമേശ് പിഷാരടി വിജയിപ്പിക്കും. ഇതാണ് സിമ്പിൾ പൊളിറ്റിക്കൽ ലോജിക്ക്. അതിനപ്പുറം പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. BJP ഡീൽ എന്ന് പറയുന്നത് ഒരു BJP ഭയം അവിടെ ജനിപ്പിക്കുക, ഒരു ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് കേരളം മുഴുവൻ BJP ഡീലാണെന്ന് പറഞ്ഞാൽ തിരിച്ച് എൻ്റെ സൂര്യൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ അരുവിക്കരയിൽ VS ശിവകുമാറിനെയും വട്ടിയൂർക്കാവിൽ K മുരളീധരനെയും വിജയിപ്പിക്കും എന്ന മട്ടിലുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 1:2 എന്ന അനുപാതത്തിലൊരു ധാരണയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ്. അത്രയേ ഉള്ളൂ. ഞാൻ ആരോപിക്കുന്നില്ല ഇക്കുറി അങ്ങനെ വലിയ ഡീലുകൾ കേരളത്തിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നില്ല. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഡീൽ കത്തുമോ എന്ന് ചോദിച്ചാൽ ഡീൽ കത്താനുള്ള സാധ്യതയില്ല. കുറച്ച് 2-3 ദിവസമൊക്കെ അത് വലിയ ചർച്ചയായിട്ട് നിൽക്കുമെന്നതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആന്റോ കാസ്ട്രോ. കേരളം സംബന്ധിച്ചിടത്തോളം ഈ BJP-യുടെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം 21 സീറ്റ് BDJS-ന് കൊടുത്തു, 19 സീറ്റ് ഈ പറഞ്ഞ 2020-ക്ക് കൊടുത്തതും പിന്നെ അവർ ചെറിയ ഘടകകക്ഷിയായ 3-5 സീറ്റും കൂടെ കൊടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട. കേരളത്തിൽ വിജയസാധ്യതയുള്ള ഒരു 80% സീറ്റുകളും ഈ പറയുന്ന 2 കക്ഷികൾക്കായി വിധിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പാലക്കാടത്തെ വിഷയം മാത്രം എടുക്കുക. പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാലക്കാട് സംഭവിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അവിടുത്തെ ആദ്യത്തെ സ്ഥാനാർത്ഥിയല്ല. ശോഭ സുരേന്ദ്രൻ 2016 ശോഭ സുരേന്ദ്രനായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അവരവിടെ 40,000 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ 40,000 വോട്ട് പിടിച്ചാൽ എത്ര വോട്ട് വേണം അവിടെ ജയിക്കാൻ? ഏറ്റവും കുറഞ്ഞത് ഒരു 55,000-ന് മേലെ വോട്ടുണ്ടെങ്കിലേ അവിടെ ജയിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ 40,000 വോട്ടിന് മേലേക്ക് 15,000 വോട്ടിന് കൂടുതൽ പിടിക്കണം എന്നുള്ളതാണ്. അവിടെ CPM-ന് എത്ര വോട്ടുണ്ട്? CPM-ന് 38,000 വോട്ടുണ്ട്. അതുപോലെ തന്നെ BJP-ക്കും ഏകദേശം 38,000 40,000 വോട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം എന്താണ് അവിടെ 2ാം സ്ഥാനത്തേക്ക് BJP-നെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരം വരാനുള്ള കാരണം ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ കേരളത്തിൽ ഏറ്റവും പേരുള്ള ഒരാളെ, ഒരു ജനകീയനാളെ പിടിച്ച് ആ സമയത്ത് പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പൊതു സ്വതന്ത്രനാണ്. ശരിക്കും പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സ്വതന്ത്ര മനസ്സോടുകൂടി അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സമുദായം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നായർ സമുദായം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പാലക്കാടത്തെ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഒരു 25-27% മുസ്ലിം പെർസെൻറ്റേജ്, 27% മുസ്ലിം വോട്ടുണ്ട്. ഒരു 25-27% ഈഴവ വോട്ടുമുണ്ട്. ഒരു 10% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ബാക്കി ഏകദേശം ഒരു 17% വരുന്ന
ഈ പറഞ്ഞ എന്താണ് നായർ വോട്ടുമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി എന്നുള്ളതാണ്. നല്ല തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കാരണം? അവിടെ വരുന്ന ഈ പറഞ്ഞ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്, മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് 27% പ്ലസ് 17% വരുന്ന നായർ വോട്ടും കൂടെ കൂട്ടിയാൽ 44%. ഈ 44% മേലെ എവിടെ കുറച്ച് വോട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ കിട്ടിയാൽ ഞാൻ പറയുന്നത് ഈ 18,000 മേലെ കിടക്കും. അത് ഏകദേശം 50,000 അടുക്ക് വോട്ട് വരും. 1,35,000 വോട്ടുണ്ട് അവിടെ. ടോട്ടൽ പോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1,35,000 വോട്ടാണ് പോൾ ചെയ്യുക. അതിന് 50% എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം വരും. അപ്പം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ പേടിക്കുന്നത്രയും പോലും പാലക്കാടിനെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് പോലെയോ മഞ്ചേശ്വരം പോലെയോ അല്ല ഈ പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ വലിയൊരു വ്യത്യാസം പാലക്കാട് കോൺഗ്രസ്സിന് എഡ്ജ് കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നത് 18,000 മേലേക്ക് പോകാനുള്ള സാധ്യത വരെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം പാലക്കാടുകാരനാണ്, അദ്ദേഹം ഒരു പിഷാരടിയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അതൊരു പിഷാരടിയാണ്, പാലക്കാടുകാരനാണ്, നായർ കമ്മ്യൂണിറ്റിക്ക് ഈസിയായി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ സ്ഥാനാർത്ഥിനെ അവിടെ വെച്ചൊരു 5,000 വോട്ട് മുസ്ലിം സമുദായത്തിന് അദ്ദേഹത്തിന് കിട്ടിയാൽ തന്നെ വലിയ വ്യത്യാസമൊന്നും അവിടെ വരാനില്ലാന്നേ. പാലക്കാടിനെ പിടിച്ചോടത്ത് പാലക്കാട് നിന്ന് ഒരു 5,000 വോട്ട് അവിടെ നിന്ന് അധികം വന്നു, അല്ലെങ്കിൽ അവിടുത്തെ അദ്ദേഹം കച്ചവടക്കാരിൽ നല്ലൊരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം വേറൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നന്നായി പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത ആളാട്ടോ. അദ്ദേഹം ഞാൻ ഈ 2 ദിവസമായിട്ട് സംസാരിക്കുന്നത് കേൾക്കായിരുന്നു. അദ്ദേഹം 2 ദിവസമായിട്ടല്ല, കോമഡി പറയുന്നത് സാധാരണ കേട്ടുള്ളൂ, രാഷ്ട്രീയം പറയുന്നത് കേട്ടാൽ കേട്ടിരിക്കും. ക്ലാരിറ്റിയോടുകൂടി രാഷ്ട്രീയം പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 10,000 വോട്ടിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ഏറ്റവും നല്ലൊരു CPM-ൻ്റെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയാൽ പോലും അവിടെ പ്രശ്നമില്ലാന്നേ. അപ്പം ഈ ഡീലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളെപ്പോഴും തിരുവനന്തപുരമാണല്ലോ വലിയ പ്രശ്നമായി കണ്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം വലിയ BJPക്ക് എഡ്ജുള്ള മണ്ഡലമാണ്. BJPക്ക് ഇപ്പോൾ നിയമമണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? ശബരിനാഥ് വന്നതോട് കൂടിയിട്ട് വലിയ അവിടുന്ന് BJPക്ക്, അതുപോലെ തന്നെ അവിടുന്ന് നായർ വോട്ട് BJPക്ക് പോയാലാണ് അവിടെ അത് ബുദ്ധിമുട്ടാവുക. ശബരിനാഥ് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അവിടെ ശിവൻകുട്ടിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും ഇദ്ദേഹവും കൂടെ UDF-ൻ്റെ ക്യാൻഡിഡേറ്റും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന നായർ വോട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവണം, ശബരിനാഥിന് സ്പ്ലിറ്റ് ആവണം. സ്പ്ലിറ്റ് ആയാൽ അവിടെ ഒന്നും പേടിക്കാനില്ല. അവിടെ ഒന്നുമില്ല. പിന്നീട് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് മുരളീധരൻ നിന്നപ്പോഴാണ്. ഇനി നേരത്തെ സ്മൃതി മാഡം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നേരത്തെ 2020-ന്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു എന്ന് പറയുന്നത്, 2020-ന്റെ സ്ഥാനാർത്ഥിനെ എറണാകുളത്ത് നിർത്തിയത് കോൺഗ്രസിന് അനുകൂലമാണ്. കാരണം പഴയ 2020 എന്ന് പറയുന്നത് എന്താണ്? 2020 ന്യൂനപക്ഷങ്ങളെ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പിടിച്ചു നിർത്തിയ 2020 ആണ് എറണാകുളത്ത് ഉണ്ടായിരുന്നത്, അല്ലേ? ഇത് BJPയുടെ കൂടെ പോയ 2020 അതിനെ നിങ്ങൾ 2020 1-2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതിനേക്കാൾ കൂടുതൽ അവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കണക്കിന് ഈ 2020-ക്ക് നിങ്ങൾ എല്ലാ മണ്ഡലം നോക്കി, 2020-ക്ക് 11 സീറ്റിൽ 19 സീറ്റിൽ 9 സീറ്റും കൊടുത്ത് എറണാകുളത്താണ്. 9 സീറ്റ് എറണാകുളത്ത് കൊടുത്തു. അപ്പോൾ 9 സീറ്റ് എറണാകുളത്ത് കൊടുത്തു, 2 സെറ്റ് VDJS-ന് കൊടുത്തു. അത് കോൺഗ്രസിന് അനുകൂലമാണ്. ആ കണക്കിന് അത് ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലം. അവർ ആലോചിച്ചിരിക്കുന്നത് എന്താ അറിയോ? ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലത്തെല്ലാം 2020-ക്ക് കൊടുത്ത് അങ്ങോട്ട് കിട്ടുന്ന വിചാരിച്ചു. അതുകൊണ്ട് ഇരിക്കൂർ കൊണ്ട് നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് പത്തനാപുരത്ത് കൊണ്ട് നിർത്തിക്കുന്നത്. ക്രിസ്ത്യൻ ബെൽറ്റുള്ള വോട്ട് മുഴുവൻ 2020 കിട്ടുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത കണക്കാണ്. അല്ലാതെ ഞാനത് കണ്ടില്ലേ. അതുകൊണ്ടാണ് യാക്കോബായ സുറിയാനി സഭേൻ്റെ ബിഷപ്പിനെയും അവരെ മദ്രാസിനൊക്കെ കൊണ്ടുപോയിട്ട് നരേന്ദ്രമോദിനെ കാണിച്ച് ഇതിപ്പം ഇവിടെ നിന്നുള്ള വോട്ട് മുഴുവൻ ഇങ്ങോട്ട് വരും എന്നുള്ള നിലയ്ക്കാണ് ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളം അങ്ങനെയൊന്നും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു 2020 വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജാതി സമവാക്യം BJP പറഞ്ഞതുകൊണ്ടോ വോട്ട് മറയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മറയാനേ പോകുന്നില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ മറയേണ്ടിയിരുന്നാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞ 4% വോട്ട് താഴേക്ക് വന്നേ? കേരളത്തിൽ എല്ലാ വർഷവും 1991 തുടങ്ങിയിട്ട് ഓരോ വർഷവും 2%, 3% വോട്ട് കൂട്ടി വന്നിട്ട് ആദ്യമായിട്ടാണ് 5%, 4% വോട്ട് കുറയുന്നത്. മനസ്സിലായോ? 16%-ൽ നിന്ന് 13%-ലേക്ക് കുറഞ്ഞില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞത്? അപ്പം BJPനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡീലൊന്നുമില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ അതാത് മണ്ഡലങ്ങളിൽ ശക്തമായ സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ത്രികോണ മത്സരം നടക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം കാസർഗോഡ് എന്താ സംഭവിച്ചത്? കാസർഗോഡ് 3 ത്രികോണ മത്സരം എന്ന് പറയുന്ന 1-ാം സ്ഥാനത്തില്ല, 3-ാം സ്ഥാനത്ത് നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ
കുറച്ചും കൂടെ സ്ട്രോങ് ആയി മത്സരം. അപ്പോൾ അതുകൊണ്ട് CPM സ്ഥാനാർത്ഥി നിർത്തണ്ടെന്ന് പറയാൻ പറ്റുമോ? ചില സ്ഥലത്ത് കോൺഗ്രസ് ആണ് നിർത്തിയേക്കുന്നത്. അങ്ങനെയാണ് നേമത്ത് എന്തിനാ പിന്നെ ശബരിനാഥിനെ കൊണ്ട് നിർത്തിയത്? അവിടെ ശക്തമായ മത്സരം വേണം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്? കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയോണ്ടാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചേനെ അവിടെ. അപ്പോൾ ശക്തമായ മത്സരം ത്രികോണ മത്സരമാവും. അത് നാച്ചുറലാണ്. പിന്നെ കോൺഗ്രസ്സിന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് ഷാഫിക്ക് അത് പറയുന്നത് തെറ്റില്ല. കാരണം എന്താണ്? അവിടെ പിഷാരടിനെ ജയിപ്പിച്ചു കൊണ്ടുവരണം. അത് കൊണ്ടുവരണം. അത് ഒരു ലോജിക്കാണ്. അതൊരു കേരളത്തിൽ മുഴുവൻ ഡീലാണ് എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ ഈ പറവൂരും കൂടെ പെടുന്നുണ്ട്. ഏത് പിന്നെ സ്ഥാനാർത്ഥികളെ പിന്നെ കൊടുത്ത ഈ BJPൻ്റെ ഇപ്പോഴത്തെ പറവൂരിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പറവൂര്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഡീൽ കത്തുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 3. Meet the editors.